പുത്തൻ രാഷ്ട്രീയ പാർട്ടിയെ അനുസരിച്ച് ഒരിടത്തോട്ടും പോകുകയായി ആവശ്യക്കാരെല്ലാം ഈ സഭയുടെ കൈശമായിട്ട് നിങ്ങളുടെ അടുത്ത് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ഉണ്ടായിരിക്കേണ്ട ഐക്യം സഹോദര്യം ഇല്ല. നമ്മൾ എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്, സമ്മേളനങ്ങൾ കൂടാറുണ്ട്. നമ്മുടെ കൈവശമാണ് സഭ ലഭിച്ചിരിക്കുന്നത് ഈ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവോളം പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും ക്രൈസ്തവ സഭകളിൽ വേണ്ട ഇടയെടുക്കുമില്ലാത്തപ്പോൾ നമ്മൾ ഗ്രഹിക്കണം. നമ്മളെ മറ്റുള്ളവരെ ചോർക്കുന്നതും തൊഴിക്കുന്നതും ഇടയുന്നതുമെല്ലാം ഈ കാരണമുണ്ട്. ശ്രമോവഴി നമ്മുടെ സഭയ്ക്കുണ്ട്. സുരമലബാർ സഭയിലെ അതിനെ തിട്ടപ്പെടുത്തുന്ന ശാശ്വതമായ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, ഫൗണ്ടേഷൻ സ്റ്റോൺസ് തമ്മിൽ അടുപ്പമില്ലാത്ത പോലെ നിൽക്കുന്ന കഴിവും നമുക്ക് എല്ലാവർക്കും. നമ്മുടെ ആരാധനത്തില്, ദൈവശാസ്ത്രത്തില്, പാരമ്പര്യത്തില് നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചു നിൽക്കാൻ മനസ്സിലാക്കും, അത് പഠിക്കാൻ തയ്യാറില്ലാതെ നമ്മൾ നിൽക്കുകയും വിഭജിക്കപ്പെട്ട് അനൈക്യത്തിൽ നമ്മൾ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് സ്വർഗത്തിലെത്താൻ കഴിയുന്നത് ഒന്നും നടക്കാൻ പോകുകയായിരുന്നു. യാതൊരു ആദ്യം നമ്മുടെ സഭയ്ക്കുള്ളിലെ അകൽച്ചതമാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ അനുസരിച്ച് നമുക്ക് ഐക്യത്തിൽ നിൽക്കാൻ സാധിച്ചാൽ, ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിച്ചാൽ, പറയുമല്ലോ, ഒരേ ഹൃദയത്തോടെ നിൽക്കാൻ സാധിച്ചാൽ, ഒറ്റ സ്വരത്തിൽ ഈ സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ സാധിച്ചാൽ ആരും നമ്മളൊരു പുത്തൻ രാഷ്ട്രീയ പാർട്ടിയെ അനുസരിച്ച് ഒരിടത്തോട്ടും പോകുകയായി ആവശ്യക്കാരെല്ലാം ഈ സഭയുടെ കാര്യസ്ഥന്മാരെടുത്ത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്ത് ആവശ്യങ്ങൾ പറയും. നമ്മുടെ കാര്യം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ വെച്ച് ഇവിടെ 100 കണക്കിന് പാർട്ടികളുടെ സ്ഥലത്ത് നമ്മുടെ അതിലേക്ക് ഇടപെട്ട് അതൊക്കെ ചുമ്മാ അന്യായങ്ങൾ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ശിഥിലീകരണം നമ്മളെ കാണുമ്പോൾ ദൈവത്തെ